ഇതിൽ പോട്ടിക്കറി ഉണ്ടാക്കുന്ന വിധമാണ്. പോട്ടി എന്ന് പറയും, ബോട്ടി എന്നും പറയും. പോത്തിൻ്റെ ബോട്ടിയാണത്. 1/2 കിലോ ബോട്ടിയാണ് എടുത്തേക്കുന്നത്. ഇതിന് ഒരു സവാളയും പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വേപ്പില ഇതെല്ലാം കൂടി ചതച്ച് ഇതിലിടുക. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വേവിക്കാം. ഇത് വേവ് കൂടിയതിനാണ്. അപ്പോൾ 15-20 മിനിറ്റൊക്കെ വരും. മൂത്ത ഇതാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ടൈം പിടിക്കും. ഞാൻ 15 മിനിറ്റോളം ഇത് വേവിച്ചു. പിന്നെ ഇതിൽ നെയ്യ് കൂടുതലുള്ളത് കൊണ്ട് നെയ്യ് അധികം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഇത് വേവിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് യൂസ് ചെയ്യാം. പൊട്ടി വറുത്തരക്കാൻ വേണ്ടി അരമുറി തേങ്ങ, വേപ്പില, പിന്നെ പച്ചമുളകും കൂടി ഇട്ട് ഒരു ബ്രൗൺ കളർ ആവണ വരെ വറുക്കാം. അത് ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളിട്ട് അതും ചെറുതായിട്ടൊരു കളർ വ്യത്യാസം, ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ അത് തീ ഓഫ് ചെയ്യാം. ഈ വറുത്തത് തണുത്ത ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കാം. ഈ തേങ്ങാക്കൂട്ട് നന്നായിട്ട് അരയണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി അരയാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തും അരക്കാവുന്നതാണ്. പോട്ടി 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 8-10 വിസിൽ അടിക്കണ വരെ വേവിച്ച ശേഷം അത് ആവി പോയ ശേഷം അപ്പം തന്നെ തുറക്കാതെ കുറച്ച് നേരം ആവി പോകണ വരെ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ചൊന്നും കൂടി വെന്ത് കിട്ടും. നന്നായിട്ട് വെന്താലേ പോട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പോട്ടി വെന്ത ശേഷം അതിലേക്ക് ഇടാൻ വേണ്ടി ഒരു ഏത്തക്കായ ആണെങ്കിൽ 2 ഏത്തക്കായ, അല്ലെങ്കിൽ ചെറുകായ ആണെങ്കിൽ 3-4 കായയും കൂടി ഇട്ടാൽ ഒരു ടേസ്റ്റായിരിക്കും. അത് ഞാനിതിൽ 3 ചെറുകായ പച്ചക്കായയാണ് ഇട്ടേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഈ വെന്ത പോട്ടിയിലോട്ട് ഇടുക. പിന്നെ വറുത്തരച്ച ആ തേങ്ങാക്കൂട്ടും കൂടി ഇതിലിട്ട് ഒറ്റ വിസിലടിക്കണ വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക. ചാറോട് കൂടിയാണ് ആവശ്യമെങ്കിൽ അതുപോലെ എടുക്കാം, അല്ലെങ്കിൽ വരട്ടിയെടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതുപോലെയും എടുക്കാം. ലാസ്റ്റ് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പോട്ടിക്കറി റെഡിയായി. ഞാൻ പോട്ടി വേവിക്കുമ്പോൾ 15 മിനിറ്റ് വെക്കണത്. വിസിൽ വന്ന ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് 15 മിനിറ്റ് വേവിക്കുന്നത്. അല്ലെങ്കിൽ വിസിലടുപ്പിക്കുകയാണെങ്കിൽ തീ കൂട്ടിയാണ് വെക്കുന്നതെങ്കിൽ 8-10 വിസിൽ അങ്ങനെ അടുപ്പിച്ച് വേവിക്കാം.